നമസ്കാരം. എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പരപ്പനാട് കോവിലകത്താണ്. ഇത് തട്ടാരി കോവിലകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൃത്യമായി ഇതിന്റെ പേരുകളും കാര്യങ്ങളും പല പേരുകളും ഉണ്ട്. ഈ കോവിലകം പല ഭാഗങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കുറെ പേര് തിരുവിതാംകൂറിലേക്ക് പോയി കുറച്ച് മറ്റേ എടുത്ത ചില രാജകുമാരന്മാരെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന് തൊട്ട് പിന്നിൽ ഇവരുടെ കോവിലകം സ്കൂളാണ്. സ്കൂളിൽ നിന്നുള്ള ശബ്ദങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അപ്പോൾ ഈ കോവിലകത്ത് നമ്മൾ ഇതേ ലൊക്കേഷനിൽ വന്നിട്ട് തന്നെ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ അടുത്തൊരു ക്ഷേത്രത്തിലേക്ക് ഇവരുടെ ക്ഷേത്രങ്ങളുണ്ട്, അവിടേക്ക് പോകണം വിചാരിച്ചിട്ട് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പം അതിനെനിക്ക് കുറെ പണി കിട്ടി. ഇവിടെ കുറെ പുളിയുറുമ്പ് പോലെയുള്ള ഉറുമ്പുകളും പിന്നെ നായ കൊറണ അല്ലെങ്കിൽ എന്താ പറയുക കുടുത്തൂവ അങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ട് ഇതിന്റെ പുറകിലൊക്കെ. അതൊക്കെ അത്യാവശ്യം എനിക്ക് പണി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് ചരിത്രം പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് കോവിലകമാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പോൾ ഇത് പരിപൂർണമായിട്ട് ക്ഷയിച്ചിട്ടൊന്നുമില്ല, ചില ഇത് നിലനിർത്താവുന്നത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കാഴ്ചകളും ഇതിന്റെ മറ്റു കാര്യങ്ങളും കുറച്ച് വ്യത്യസ്തതയിൽ തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ലേശം ലെങ്ത് കൂട്ടിയിട്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും ചരിത്രം വിശദമായിട്ട് പറയാൻ പറ്റുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഷെയർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രോത്സാഹനം ഉണ്ടാവണം. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ പരപ്പനാട് കോവിലകത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇത് പരപ്പനങ്ങാടി ടൗണിലേക്ക് അതിൻ്റെ തൊട്ട് മുന്നുള്ള സ്ഥലമാണ്. ഇവിടുന്നാണ് നമ്മൾ പരപ്പനങ്ങാടി കോവിലകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്, ശരിയായിട്ടുള്ള ഇതൊന്നും കാണിക്കില്ല, ചോദിച്ചറിഞ്ഞിങ്ങനെ പോയി നോക്കാം. അങ്ങനെ കോവിലകം സ്കൂളിന്റെ അവിടെയൊക്കെ പോയി അവിടെയൊക്കെ അന്വേഷിച്ചിട്ടാണ് ഇതാണ് അതിലേക്കുള്ള വഴി എന്ന് മനസ്സിലായത്. ഇതിന്റെ അടുത്തുള്ളൊക്കെ കോവിലകത്തുള്ളവരാണ് കേട്ടോ താമസിക്കുന്നത്, അവരുടെ വീടുകളാണ്. കോവിലകത്തെ വഴിയാണ് ഇത്. ഇതിന്റെ കോവിലകം ഇതാണ് കോവിലകം. അപ്പൊ ഇതിലേക്ക് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് വീഴാറായിരിക്കുന്നു. പല ഭാഗത്തും പൊട്ടിപ്പൊളിഞ്ഞിട്ട് ചില ഭാഗങ്ങൾ കേട്ടോ, എല്ലാ ഭാഗത്തൊന്നും ഇല്ല, ചില ഭാഗങ്ങളൊക്കെ ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ നോക്കി നോക്കാം. എങ്ങനെയൊക്കെ കയറിപ്പോവാൻ പറ്റുന്ന ഭാഗമാണെങ്കിൽ നമുക്ക് കയറിയിട്ട് നോക്കാം. ഓടൊക്കെ മണ്ടയ്ക്ക് വീഴുമെന്നുള്ളൊരു ഭയമുണ്ട്, എന്നാലും നോക്കാം. ഈ കോവിലകം വേറെയുണ്ട്. 1425 2 വിഭാഗങ്ങളായിട്ടുണ്ട് ഈ പരപ്പനങ്ങാട് കോവിലകം. അതായത് നോർത്തേൺ പരപ്പനങ്ങാട് കോവിലകവും അതുപോലെ സദേൺ പരപ്പനങ്ങാട് കോവിലകവും ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണെന്ന്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഒരു വാതിൽ തുറന്നെടുക്കുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിക്കാം. ഇങ്ങനെ പുറത്തുനിന്ന് നിന്നിട്ട് കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇത് ഊട്ടുവരെയാണോ അതല്ല കോവിലകം തന്നെയാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. ആ കാണുന്നത് ഇത് അടുക്കളയുടെ ഭാഗമാണ്. ഒരു ഭരണിയൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ വാതിൽ വല്ലതുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ അതിലൂടെ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിൽ കാണാനുണ്ടോ എന്ന് നോക്കാം. ഇതിവിടെ കുറെ മരങ്ങളൊക്കെ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗങ്ങളായിരിക്കാം. എല്ലാറ്റിൻ്റെ ജനലിന്റെ ചട്ടങ്ങളൊക്കെ കാണാനുണ്ട്. ജനൽ ചട്ടമാണ് തോന്നുന്നത്. ഇതിന്റെ പുറത്തുള്ള അവസ്ഥ കണ്ടോ, ഇതാണ് പുറത്തുള്ള അവസ്ഥ. നമുക്ക് പുറത്തു കൂടെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എവിടെയും വഴി കണ്ടാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. വടക്കേ പരപ്പനാട് കോവിലകത്ത് അതിൽപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് പന്നിയങ്കര, ബേപ്പൂര്, ചെറുവണ്ണൂര്. ഇതുണ്ടോ, ഇത് നമ്മൾ ആ സ്കൂളിന്റെ ഈ പുറകായിട്ടാണ്. അവിടെയാണ് ഒരു കുളമുള്ളത്. ആ കുളമൊക്കെ ഏകദേശം തൂർന്ന് ചെറിയൊരു കുളമേ ഉള്ളൂ. അപ്പൊ ഇവര് മതിലൊക്കെ കെട്ടിയിട്ട് ഇവിടെ അടച്ചിരിക്കുന്ന അപ്പുറത്തും ഉണ്ട്. എനിക്ക് മതിൽ ചാടാൻ വയ്യ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. പിന്നെ ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവനാണ് വില്ലൻ. ഇവൻ എനിക്ക് നല്ല പണി തന്നു, ഞാൻ അറിയാതെ കയറിയതുകൊണ്ട്. അപ്പൊ ഈ മുണ്ടും കൂടി ആയതുകൊണ്ട് നല്ല പണിയാണ്. ഇവിടെയൊക്കെ ഉണ്ട് ഈ സാധനം. അപ്പൊ അത് എന്താ പറയാ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചില ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് ധാരാളം കാണാനുണ്ട്. അപ്പൊ ഇവിടുന്നുള്ള സൈറ്റാണ് ഇത്. കണ്ടില്ല, ഈ ഓടൊക്കെ വീഴാറായിരിക്കുന്നു. പഴയ വീടുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണ്. കണ്ടോ, ഇത് പാലസ് ആണ്. യഥാർത്ഥത്തിലുള്ള കോവിലകം വലുത് വേറൊന്ന് പൊളിച്ചു പോയി പറഞ്ഞു പഴയത്. ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ഇതിന്റെ ഈ പുറം ഞാൻ കാണിച്ചത് പടിഞ്ഞാറേ പുറമാണ്. ഈ ഇവിടുന്ന് നോക്കുന്നത് ഞാൻ കുറച്ചും ഇങ്ങോട്ട് കയറിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തത്. ഇതിന്റെ ഈ ഭാഗങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, എല്ലാം ഓടൊക്കെ വീഴാറായിരിക്കുന്നു. ഇവിടൊക്കെ വാതിൽ അടഞ്ഞിട്ട് കാണാനുണ്ട്. ഇതൊക്കെ പടിഞ്ഞാറ് വശം കേട്ടോ, പടിഞ്ഞാറേ ഭാഗമാണ്. ഞാൻ കുറച്ച് അങ്ങോട്ട് കയറിയിട്ട് പിന്നെ ഇങ്ങോട്ട് വീണ്ടും വന്നിട്ട് ഷൂട്ട് ചെയ്തതാണ്.
പിന്നെ ഇതിന്റെ ജനലുകൾ ഒന്നും ഇരുമ്പിന്റെ അഴികളല്ല, ഒക്കെ മരത്തിന്റെ പിടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഇത് 4 പുറമുള്ളത് കെട്ടിയിട്ട് അവിടെ അപ്പുറത്തെ സ്കൂൾ ഉണ്ടല്ലോ, അപ്പൊ സ്കൂളിന്റെ ബൗണ്ടറി കൂട്ടിയിരിക്കുകയാണ്. ഇതാണ് കോവിലകം. ഇതിന്റെ മുൻവശം ഇതാണ്. മറ്റത് പത്തായപ്പുരയാണോ ഊട്ടുപുരയാണോ എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല. ഇതിലും ഊട്ടുപുരയുടെ ഭാഗം കാണാനുണ്ട്, നമുക്ക് അവിടേക്കൊക്കെ പോയി നോക്കാം. ഇതുണ്ട്, അത് പത്തായപ്പുര തന്നെയാണ്, പക്ഷെ അതില് ബാൽക്കണിയൊക്കെ ഉണ്ട്. ഊട്ടുപുര ഒന്നും ചിലവിടുന്ന് കാണാനുണ്ട്, അത് നമുക്ക് നോക്കാം. ഇതിന്റെ പുറത്തുള്ള കാഴ്ചയാണ്. ഇതൊന്നും നശിച്ചിട്ടില്ല, ഇതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണമെങ്കിൽ, പക്ഷെ നല്ല ചെലവാണ്. ആരല്ലേ മുൻകൈ എടുക്കുക? ആ ഭാഗമൊക്കെ പോയിരിക്കുന്നു, ഓടൊക്കെ വീണ്ട് ആ ഭാഗങ്ങളൊക്കെ പോയിരിക്കുന്നു. ഈ തെക്കൻ പരപ്പനാട്, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന തെക്കൻ പരപ്പനാട് പ്രദേശത്താണ്. അവിടെ ഈ തിരൂരങ്ങാടി താലൂക്കിന്റെ ഭാഗങ്ങള്, അതുപോലെ തന്നെ പരപ്പനാടി ടൗണ്, ഇതൊക്കെ ഉൾപ്പെട്ടതാണ്. ഈ ബേപ്പൂരുള്ള കോവിലകത്ത് അവര് കരിപ്പ കോവിലകം എന്നും പറയും തോന്നുന്നു. പിന്നെ പർപ്പു കോയിൽ എന്നൊക്കെ കാണാനുണ്ട് ഡച്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഒക്കെ റെക്കോർഡിൽ. നമ്മൾ പാതാക്കര മനയില് പോയപ്പോ പത്തായപ്പുര കണ്ടില്ലേ, അതുപോലെ ഒരു പത്തായപ്പുരയാണ് ഇത്. നമ്മള് അതിന്റെ ആ ഭാഗത്തേക്ക് പിന്നീട് പോവാം. നമുക്ക് ആദ്യം ഈ കോവിലത്തിന്റെ ഉള്ളിൽ നിന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ ഒരു വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഉള്ളിലൂടെ കയറിയതാണ്. ഇത് ഈ അടുക്കള ഭാഗമാണ്, കണ്ടില്ലേ? ഭരണികള്, വലിയ വലിയ ഭരണികള്. ഇങ്ങനത്തെ ഭരണികളൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഉപ്പിലിട്ടതും മാങ്ങയും ഒക്കെ ഇട്ടിട്ടുണ്ടാവും അന്നത്തെ കാലത്ത്. പിന്നെ അത് വെള്ളം ചോർന്ന ഒരു കുഴി കാണാനുണ്ട്. ഈ ജനലുകളൊക്കെ മരത്തിന്റെ ജനലുകളാണ്. കോവിലത്ത് അത്ര പഴക്കമൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ അടുപ്പ് തൈ കാണുന്നില്ലേ, അതിന് വീതന എന്ന് പറയും. ഇത് കുറച്ച് ഹൈറ്റിൽ വരാൻ തുടങ്ങിയത് അധിക കാലമായിട്ടില്ല, പിന്നീട് കെട്ടിയതാന്ന് പറയില്ല. ഞാൻ ഈ വാതിലിന്റെ ഉള്ളിലൂടെയാണ് കയറിയത് ഉള്ളിലേക്ക്. നമുക്ക് പിന്നീട് വന്നിട്ട് ഈ കിണറൊക്കെ നോക്കാം. അകത്തുള്ള കാഴ്ച ഇപ്പൊ ഇതാണ്. കേറിയ അടുക്കളയുടെ മുന്നിലുള്ള എന്താ പറയാ മുറിയാണിത്. ഒരു ഊൺതളമൊക്കെ ആയിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അങ്ങനെ വെച്ചതായിരിക്കും. പക്ഷെ നല്ല വിസ്താരമുണ്ട്. ജനലുകളൊക്കെ 4 ജനൽ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലേ? കാറ്റും വെളിച്ചവും നന്നായി കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലുള്ളത് കണ്ടോ, ഇതൊക്കെ തട്ടൊക്കെ നല്ല സ്ട്രോങ് ആണ്. ഇതൊന്നും അത്ര ക്ഷയിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ വാതിലുകൾ ശ്രദ്ധിച്ചോ, നല്ല വെളിച്ചവും കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പഴയ തച്ചുശാസ്ത്ര പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് ജനലുകളും ചിലതൊക്കെ അടച്ചിട്ട് കിടക്കുകയാണ്, അതാണ് ഇരുട്ടുന്നതിൻ്റെ അകത്ത്. ഇവര് സാമൂതിരിയുടെ ഡിപ്പെൻഡന്റ് ആയിരുന്നു, സാമൂതിരിയുടെ കീഴിലുള്ള സാമന്തൻ രാജാക്കന്മാരായിരുന്നു. നമ്മള് ഇനി ഈ ഗോവണി കയറിയിട്ടൊന്ന് മുകളിലേക്ക് പോയി നോക്കാം. ഇതവിടെ ഒരു മുറിയുണ്ട്. ഇതൊക്കെ അടുക്കള. ഇതിന്റെ കണ്ടോ, ഇത് മച്ചാണോ എന്ന്, മച്ചാകുമ്പോൾ ജനലുണ്ടാവില്ല. ഇതിലിവിടെ അരിയിട്ട് വെക്കുന്നതാണ് ആ മരത്തിന്റെ പാത്രം. പിന്നെ ഇതിൽ കയറി ഇത് നല്ലതായിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന പറയാനല്ല, നല്ല ഉറപ്പുള്ള ഒരു കോണിയാണ്. മുകളിലേക്ക് കയറി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെയൊക്കെ താമസിച്ചിരുന്നു, അടുത്ത കാലത്താണ് താമസമൊക്കെ ഒഴിവാക്കിയത് തോന്നുന്നു. ഇതിന്റെ സെറ്റപ്പ് ഒക്കെ നോക്കുമ്പോൾ അതുകൊണ്ടല്ലേ. ഇതിന്റെ ജനലുകളൊക്കെ പഴയ മോഡല് ഇതാണ്. ഇതൊരു 100-150 വർഷമേ പഴക്കമുള്ളൂ. എനിക്ക് കൃത്യമായിട്ട് ഇതിന്റെ പഴക്കം കിട്ടുന്നില്ല, പക്ഷെ കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ട്. ഇവിടെ ഭരണിയുണ്ട്, ഇതിനുള്ളിൽ ഒരു ഭരണി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ചുമര് നോക്കുമ്പോൾ പഴക്കം തോന്നുന്നുണ്ട്, കാരണം മണ്ണ് തേച്ചിട്ട് അതിന്റെ മുകളില് ചുണ്ണാമ്പ് അടിച്ചിരിക്കുകയാണ്. ചില ഭാഗത്ത് സിമെന്റും കാണുന്നുണ്ട്. ഇതാണ് ഓട്, കണ്ടില്ലേ? ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഒക്കെ വീണു. അതുകൊണ്ടല്ലേ ഡേഞ്ചറസ് ആണ് ഇതിലൂടെ ഇങ്ങനെ പോകുന്നത്. കണ്ടോ, നല്ല ഇത് ഗ്ലാസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അത്ര പഴക്കമില്ല, അതൊക്കെ പിന്നീട് പിടിപ്പിച്ചതായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉണ്ടോ, 1ാം നിലയിൽ തന്നെ ടോയ്ലറ്റും ഉണ്ട്, പിന്നെ അപ്പുറത്തെ ബാത്റൂമും ഉണ്ട്. 1ാം നിലയിലൊക്കെ എന്ന് പറയുമ്പോൾ കോവിലകല്ലേ, നന്നായിട്ട് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിറയെ ഭരണികളുണ്ട്. ഈ ചരിത്രം പറയലും കെട്ടിടം സ്ട്രക്ചറെ കുറിച്ച് വിവരിക്കലും കൂടി രണ്ടും കൂടി നടക്കുന്നില്ല. ഇവിടെ ഇരുമ്പ് പെട്ടികളൊക്കെ കാണാനുണ്ട്. ഇതേപോലെ 2-3 പെട്ടികൾ നമ്മുടെ വീട്ടിലും ഉണ്ട്. അതൊക്കെ പിന്നീട് കാണിച്ചു തരാം. കണ്ടല്ലേ, നല്ല വിസ്താരമുള്ള നല്ലൊരു ഇതാണ്. നമുക്ക് പതുക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി നോക്കാം.
ഇനി ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞു, ഇനി പതുക്കെ പുറത്തേക്ക് കടക്കാം. ഈ അറബികളൊക്കെ ആയിട്ട് നല്ല ട്രേഡിങ് നടന്നിരുന്ന ഒരു സെന്റർ ആയിരുന്നു പരപ്പനങ്ങാടി. അപ്പോ നല്ല ഒരു പ്രോസ്പറസ് ആയിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് അഭിവൃദ്ധി ഉണ്ടായിരുന്ന ഒരു ചെറു നാട്ടുരാജ്യമായിരുന്നു ഈ പരപ്പനങ്ങാടി എന്ന് പറയുന്നത്, പരപ്പനാട് കോവിലകത്തിന്റെ കീഴില്. വില്യം ലോഗന്റെ പുസ്തകത്തിലെ മലബാറിലെ ആകെ 3 ക്ഷത്രിയ രാജാക്കന്മാരെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് വെട്ടത്തുനാടാണ്, അവര് ക്ഷയിച്ചു പോയി. പിന്നീട് ഒന്ന് പരപ്പനാടും, പിന്നെ ഒന്ന് കോട്ടയം ഡൈനാസ്റ്റിയിലെ പഴശ്ശിരാജാവിന്റെ ആ രാജവംശവുമാണ്. ക്ഷത്രിയ രാജവംശമാണെന്ന് ഇവരും അവകാശപ്പെടുന്നുണ്ട്. ഈ കിണറൊക്കെ പിന്നീട് ചെറുതാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ റിംഗ് ഒക്കെ ഇട്ടിട്ടേ ഇതൊക്കെ ഈ അടുത്ത കാലത്ത് അപ്പോൾ അവിടെ കുറെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടാവും. ശരിക്കുള്ള പഴയ കോവിലകം പൊളിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ. ഇത് കുറച്ചും കൂടി രാജകീയമായ ഒരു പോർച്ചിന്റെ മോഡലൊക്കെ നിർത്തിയിട്ടുണ്ട്. കണ്ട ഈ ജനൽ, ഈ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ പഴയ മോഡലാണ്. ഒരു 150 വർഷം പഴക്കം അല്ലെങ്കിൽ 100 വർഷം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് കണ്ടത് മൺചുമരിന്റെ മുകളിൽ തേച്ചിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ സിമെന്റ് കാണാണ്ട്. അപ്പൊ പിന്നീട് സിമെന്റ് ഉപയോഗിച്ചിട്ട് മേക്കപ്പ് നടത്തിയതായിരിക്കാം ചില സമയങ്ങൾ, അല്ലെങ്കിൽ ചിലത്. പിന്നെ ഞാൻ ഈ കെട്ടിടത്തിന്റെ ഉറപ്പ് നോക്കിയതാ. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ബെൽറ്റ് ഇടുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഇതിന് ചുമര് വിണ്ടിട്ടൊന്നും കാണാനില്ല. നല്ല ഉറപ്പുള്ള സ്ഥലത്ത് തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. നമുക്കിനി പത്തായപ്പരുടെ ആ ഭാഗങ്ങളും കൂടി ഒന്ന് കാണാം. അപ്പൊ പോകുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞു തരാം ഓരോ കാര്യങ്ങൾ. 1573-74 കാലഘട്ടത്തിലാണ് പരപ്പനങ്ങാടി ടൗണ് കത്തിച്ചത് പോർച്ചുഗീസുകാർ. ആ ചാലിയൻ ഫോർട്ടിൽ അവരുടെ കമാൻഡറൊക്കെ നഷ്ടപ്പെട്ടല്ലോ, കൊല്ലപ്പെട്ടല്ലോ. അതിൻ്റെയൊക്കെ ദേഷ്യം തീർത്തതാണ് അത്ര. ഇതാണ് അതിന്റെ പുറകു വശത്തേക്ക് വരുമ്പോൾ നമ്മൾ മുകളിൽ ആ ഒരു കിളിവാതിൽ പോലെ കണ്ട അത് ആ ഒരു ജനലിന് പ്രത്യേകത ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കാം. എന്നാൽ കാണിച്ചു തരാം ഞാൻ അതിന്. ഇതിന്റെ അപ്പുറം സ്കൂളാണ്. ഇവിടെയൊക്കെ പൊളിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു നെടുമ്പര പോലെ കൂട്ടി ഒരു ഇതുണ്ട്, ആ ഭാഗങ്ങളൊക്കെ പൊളിച്ചിരിക്കുകയാണ്. കണ്ടല്ലേ, പത്തായപ്പുര എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് ആണ്. താഴത്ത് നെല്ലൊക്കെ സൂക്ഷിക്കും, മുകളിൽ ഇതുണ്ടാവുന്നത്രേ ഉള്ളൂ. ഇവിടെ ജനൽ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കാം. പക്ഷെ ഇതിന്റെ ഈ പുറമൊക്കെ കാണിക്കാം. തിരുവിതാംകൂർ രാജവംശമായിട്ട്, കോലത്തിരി രാജവംശമായിട്ടും, അതുപോലെ തന്നെ കോട്ടയം രാജവംശം, പഴശ്ശി രാജാവുമായിട്ടും എല്ലാവരുമായിട്ടും ബന്ധമുള്ള അല്ലെങ്കിൽ ഈ പരപ്പനാട് രാജ്യത്ത് നിന്ന് പോയിട്ടുള്ള ആൾക്കാർ രാജാക്കന്മാരായിട്ടുണ്ട് പല ഭാഗങ്ങളിലും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ രാജരാജ വലിയവർമ്മക്കോയി തമ്പുരാൻ, രാജാ രവിവർമ്മ ഒക്കെ ഇവിടുന്ന് പോയവരാണ്. പരപ്പനങ്ങാട് അവരുടെ കോവിലകമായിട്ട് ബന്ധമുള്ളവരാണ്. അപ്പോ യഥാർത്ഥത്തിൽ കേരളത്തിലെ രാജാക്കന്മാർ ആരാണെന്ന് ചോദിച്ചാൽ പരപ്പനാട് ഈ ചെറിയ രാജ്യത്തുള്ള ഇവിടുത്തെ കുടുംബാംഗങ്ങളാണ് കേരളം ഭരിച്ചിരുന്നതെന്ന് തന്നെ പറയാം. പിന്നെയുള്ള ഈ വാതില് മാത്രം തുറന്നു കിടക്കുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ ഉള്ളിലൂടെ കയറി നോക്കാം ഇതിൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന്. ഇത് കണ്ടോ, ഇത് ഒരു ദിവാൻ കോട്ടാണ്. ഇത് കേടൊന്നുമില്ല കേട്ടോ. അതൊക്കെ നന്നായിട്ട് വാർണിഷ് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ഉപയോഗിക്കാം. തട്ടൊക്കെ നല്ല സ്ട്രോങ് ആണ്, സ്ട്രോങ് തട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞ ഈ ചുമര് കണ്ടോ, ഇത് മണ്ണ് തേച്ചിരിക്കുകയാണ്. മണ്ണ് തേച്ചിട്ട് അതിന്റെ മുകളിൽ ചുണ്ണാമ്പ് അടിച്ചിരിക്കുക. പക്ഷെ നിലം കണ്ടോ, ഈ നിലത്തെ ഈ ടൈല് ഇത് മണ്ണ് കൊണ്ടുള്ള ടൈലാണ്. ഇത് പക്ഷെ 19ാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടങ്ങളിൽ കാണുന്നതാണ് ടൈലില്. ഇതുണ്ടാ. അപ്പോ ഞാൻ നേരത്തെ പറയാം, ഇവിടെയൊക്കെ ദ്രവിച്ചു പോയിക്കുന്നു. ഇതൊക്കെ വളരെ ഡേഞ്ചറാണ് ഇതിന്റെ അകത്തേക്ക് കയറുമ്പോ, അല്ലേ? പുറത്തുനിന്ന് കൂട്ടിയിരിക്കുക അപ്പോ അതില് ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് കണ്ടിട്ടാണ്. കണ്ടോ, കടവാതിലുകൾ ബാറ്റുകളാണ് മൊത്തം, വവ്വാലുകൾ ഉണ്ടോ. ഈ ഒരു ഇത് കണ്ടോ, നല്ല ഒരു മേശയാണ് കേട്ടോ. മുകളിലൊക്കെ പൊളിഞ്ഞ് താഴത്തേക്ക് വിഴാറായിക്കുന്നത്. അതാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. കയറാൻ ഞാൻ കയറി ഇതിന്റെ ഉള്ളിലേക്ക്, കണ്ടില്ലേ, കുറേ രേഖകളും ഒക്കെ കിടക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ ഇനി പുറത്തേക്ക് കടന്നു നോക്കാം. പോർച്ചുഗീസ് ഡച്ചുകാരുടെ രേഖകളിലൊക്കെ പപ്പുക്കോയിൽ, റിപ്പുക്കോയിൽ എന്നൊക്കെ കാണാനുണ്ട്. ഈ പർപ്പുക്കോയിൽ എന്ന് പറയുന്നത് ബേപ്പൂർ കോവിലകമാണ് അത്രേ. പപ്പുക്കോയിൽ എന്ന് പറയുന്നത് പരപ്പനങ്ങാടി കോവിലകം. ഇത് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്ടോ, ഇങ്ങനത്തെ ഒരു ചെറിയ ടൈലുകളുണ്ട്. ഇത് കാണുന്നത് ഇതാണ് സൂത്രം എന്ന് പറയുന്നത്. ആ ഒരു ദ്വാരം കാണുന്നില്ലേ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ജനലുണ്ടാവും. ആ ജനലിൽ നിന്നുള്ള എയർ പാസേജ് കറക്റ്റ് ആയിട്ട് പോകുന്നതിന് വേണ്ടി പഴയ തച്ചുശാസ്ത്രപ്രകാരം ചെയ്യുന്നതാണ് ഈ സൂത്രം എന്ന് പറയുന്നത്.
അപ്പൊ പക്ഷെ ഈ 2 ജനലുണ്ട് അവിടുത്തെ. പക്ഷെ ഇതിന് നടുക്ക് ഒരു ചെറിയൊരു ഭാഗത്ത് ഒരു ഇത് വെച്ചിട്ടുണ്ട്, കോണി. അല്ല, ഇത് പാകാണ്, കറക്റ്റാ, തെറ്റല്ലേ. തച്ചുശാസ്ത്രം പഴക്കില്ലല്ലോ, കറക്റ്റ് ആയിട്ടല്ലേ അവർ ചെയ്യുന്നത്. അല്ലേ, ആ കോണി ഒരു പുറത്തേക്ക് ചെരിച്ച്, അപ്പൊ ആ എയർ കറക്റ്റ് ആയിട്ട് പോകും. നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് കയറി പോകണമെങ്കിൽ നല്ല ഒരു ഇതുണ്ട്, ഭയമുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒരു കല്ലൊക്കെ വീണ് കിടക്കുന്നുണ്ട്, ഇടിഞ്ഞ് ഇതായിട്ടുണ്ട്. ചട്ട അടിച്ചിട്ടുള്ള കോണിയാണ്, സേഫാണ്, കാലിൻ്റെ ഉള്ളിലൂടെ പോവില്ല. കയറിയ അതേപോലെ ഒരു ടൈല് കാണാനുണ്ട് ഇവിടെ. ഇതാണ് ബാൽക്കണി. നല്ല കാഴ്ചയാണല്ലോ ഇവിടെ, കണ്ടോ. പത്തായപ്പരയുടെ മുകൾ വശമാണ് ഇത്. ഓടൊക്കെ ഇളകി നിൽക്കുന്നുണ്ട്, എപ്പോഴാണ് മണ്ടയ്ക്ക് വീഴുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതേപോലെ നമ്മളിപ്പോൾ ചവിട്ടി നിൽക്കുന്ന ഭാഗം താഴത്തെ ഏതെങ്കിലും ഒരു മരം ഇളകി കിടക്കുക ദ്രവിച്ചു പോയാൽ നമ്മൾ താഴത്തേക്ക് അങ്ങ് പോകും. അതാണ് ഇതിന്റെ പ്രശ്നം. കണ്ടോ, നല്ല കാഴ്ച ഇവിടെ നിന്ന് ഇങ്ങനെ കാണാനും അല്ലേ. ആളുകൾ കൂടി നിൽക്കുമ്പോൾ ആ പഴയ കാലം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, എന്തായിരിക്കും അല്ലേ. കണ്ടില്ലേ, ഈ ചാനലുകളൊക്കെ കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കാം. കണ്ടോ, കട്ടലൊക്കെ എന്താ സ്ട്രോങ്. ഈ കട്ടല എന്ന് പറയുന്നത് ഈ ഡോർ ഫ്രെയിമിനെയാണ് കട്ടല എന്ന് പറയുന്നത് കേട്ടോ. അതുണ്ടല്ലേ, ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാലേ ഇങ്ങനെ ഒരു ഹോള് കാണാനുണ്ട്. ഇതിന്റെ തട്ടൊക്കെ നല്ല സ്ട്രോങ് ഉണ്ട് കേട്ടോ. ചിലതൊക്കെ ദ്രവിച്ചിട്ടുള്ളൂ, നല്ല സ്ട്രോങ് ആണ്. ഞാൻ താഴത്തുനിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ ജനലിന്റെ കാര്യം, അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ജനൽ. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നല്ല വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്ന രീതിയിലാണ്. ഒരു മേശയുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഉള്ളിൽ കിടന്ന ഇവിടെ ഇതൊരു ബെഡ്റൂം ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ റൂം അല്ല, ഇത് ഡബിൾ റൂം തന്നെയാണ് എന്ന് തോന്നുന്നു. കാരണം ഇവിടെ കപ്പിള് യൂസ് ചെയ്ത റൂമാണ് എന്നുള്ളതിന്റെ വേറെ ചില ലക്ഷണങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത്. ഇതുണ്ടോ, ഈ മറ കണ്ടോ, ഇത് ഈ ഓവാണ്. ഈ ഓവിന്റെ അവിടെ വെക്കുന്നതാണ് ഈ മറ. ആ കാലത്ത് വളരെ ഈ ഗസ്റ്റുകൾ താമസിച്ചിരുന്ന മുറിയായിരിക്കും ഇത്. കണ്ടോ, ഈ ജനലാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഈ കടയിലൊക്കെ വെക്കുന്ന ആ പലക ഇറക്കി വെക്കില്ലേ, അതുപോലെയാണ് ഇതിന്റെ വാതിലുകൾ. ഉണ്ടോ, കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ല രീതിയിലാണ്. പിന്നെ ഇലക്ട്രിഫിക്കേഷൻ ഒക്കെ പിന്നീട് ചെയ്തതാണ്, ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചെയ്തതായിരിക്കും. ഇത് കടന്നാൽ വീണ്ടും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച. ഇവിടുന്ന് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ, നല്ല കാറ്റൊക്കെ ഉണ്ട്. കുറച്ച് സേഫ് ആണെങ്കിൽ ഇവിടെയൊക്കെ കുറെ നേരം ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഈ കോണിയാണ് എനിക്ക് ഭയങ്കര ഭയം. ഇറങ്ങുമ്പോൾ വല്ലതും പൊട്ടിപ്പൊളിഞ്ഞു വീഴുമെന്നുള്ള ഒരു പേടിയുണ്ട്. എന്തായാലും ഇറങ്ങി നോക്കാം. പോർച്ചുഗീസുകാരായിട്ടുള്ള യുദ്ധത്തിൽ ഇവര് സാമൂതിരിക്ക് സഹായം കൊടുത്തിരുന്നു. അതിന്റെ ഇടയിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ അതിന് മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ചാലിയം കോട്ട തകർത്തതിന് ശേഷം പിന്നെ ആ സ്ഥലം, ആ ഭാഗങ്ങളൊക്കെ പരപ്പനാട്ട് രാജാവിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഞാൻ ചരിത്രം മുഴുവൻ പറഞ്ഞിട്ടില്ല ഈ വീഡിയോയില്. ഇതിന്റെ ചരിത്രം മുഴുവനും ഞാൻ മറ്റൊരു ലൊക്കേഷനിൽ വെച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇവരുടെ പരദേവത അല്ലെങ്കിൽ മച്ചിൽ ഭഗവതി ഉള്ള ഇവരുടെ ഒരു കോട്ടയുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ട്രെയിനിങ്ങും ആർമറിയും ഒക്കെ നടത്തിയിരുന്നത്. ഇതൊക്കെ അവരുടെ പരിശീലനമൊക്കെ നടത്തിയിരുന്നത്. അവിടെ വെച്ച് ഞാൻ ബാക്കി ചരിത്രങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, മറക്കാതെ നിങ്ങൾ കാണണം. കോവിലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ പഴയതൊക്കെ വായിച്ചതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്, നല്ലൊരു ഫീൽ. എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.